നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സുകാരനൊപ്പം ഒളിച്ചോടിയ 22കാരി അറസ്റ്റിൽ. ഒളിച്ചോടാൻ സഹായിച്ച യുവതിയുടെ സുഹൃത്തായ 21കാരനെയും പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു. ഇത് രണ്ടാം തവണയാണ് യുവതി ആൺകുട്ടിക്കൊപ്പം ഒളിച്ചോടുന്നത്. ചെന്നൈയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അശോക് നഗറിലുള്ള സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് 14കാരൻ. ട്യൂഷൻ അധ്യാപികയുടെ സഹോദരിക്കൊപ്പമാണ് കുട്ടി ഒളിച്ചോടിയത്. ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് പരിചയത്തിലായ ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയ കുട്ടി തിരികെ വരാത്തതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ഡിസംബർ 16-ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും പുതുച്ചേരിയിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ട്യൂഷൻ അധ്യാപികയുടെ വീട്ടുകാരുടെ അഭ്യർത്ഥനയിൽ കുട്ടിയുടെ അമ്മ പരാതി പിൻവലിച്ചു. ഇന്നലെ വീണ്ടും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അമ്മ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പിന്നാലെ കുട്ടിയെയും 22കാരെയും യുവതിയുടെ സുഹൃത്തിനെയും പുതുച്ചേരിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സമാനമായ മറ്റൊരു സംഭവം കൊല്ലത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു. 16കാരനുമായി നാടുവിടുകയും പല സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്ത 19കാരി അറസ്റ്റിലാവുകയായിരുന്നു. കൊല്ലം ചവറ ശങ്കരമംഗലം സ്വദേശിയായ യുവതിയെയാണ് വള്ളിക്കുന്നം CI ടി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഭരണിക്കാവ് ഇലപ്പക്കുളം മാങ്ങാരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന 16കാരനെയായിരുന്നു യുവതി വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. പല സ്ഥലങ്ങളിലായി താമസിപ്പിച്ച് പീഡിപ്പിച്ചെന്ന് 16കാരൻ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. യുവതി നേരത്തെ മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഈ വിവരമറിഞ്ഞ വീട്ടുകാർ യുവതിയെ ബന്ധുകൂടിയായ 16കാരന്റെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 16കാരനുമായി യുവതി വീട് വിട്ടുപോയത്. ആൺകുട്ടിയുടെ മാതാവ് വള്ളിക്കുന്നം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടികൂടിയത്. മൈസൂർ, പാലക്കാട്, പഴനി, മലപ്പുറം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഇവർ താമസിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ 19കാരിയെ പിന്നീട് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്ത പോക്സോ കേസ് പ്രതി 2 മാസത്തിനു ശേഷം പിടിയിലായി. ബേപ്പൂർ കടപ്പുറത്ത് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് പോലീസിനെ കബളിപ്പിച്ചു മുങ്ങിയ മാളിയിക്കൽ സ്വദേശി പള്ളാട്ടിൽ മുഹമ്മദ് നാഫിയാണ് അറസ്റ്റിലായത്. 2 മാസം മുൻപാണ് മുഹമ്മദ് നാഫി വീട് വിട്ടത്. കടപ്പുറത്തെത്തി ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് വസ്ത്രങ്ങളടങ്ങിയ ബാഗ് കരയിൽ ഉപേക്ഷിച്ചു മുങ്ങി. കടലിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് കാണിക്കാനായിരുന്നു ഈ സാഹസം. തുടർന്ന് ബേപ്പൂർ പോലീസ് തീരദേശ പോലീസിന്റെ സഹായത്തോടെ കടലിലും തിരച്ചിൽ നടത്തുകയായിരുന്നു. നാഫിയുടെ ഫോണിൽ നിന്ന് എറണാകുളത്തുള്ള ഒരു പെൺസുഹൃത്തിന് അയച്ച SMS കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ജീവിച്ചിരിപ്പുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ആലപ്പുഴയിൽ നിന്നാണ് പ്രതിയെ പിടിച്ചത്. ഒളിവിൽ പോയ ശേഷം വീട്ടുകാരുമായോ സുഹൃത്തുക്കളുമായോ അയാൾ ബന്ധപ്പെട്ടിരുന്നില്ല. നാഫി പ്രതിയായ പോക്സോ കേസിന്റെ വിചാരണ കോടതിയിൽ അന്തിമഘട്ടത്തിലാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആത്മഹത്യാ നാടകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ V അനീഷ്, SI ശശിധരൻ വിളയിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ P അബ്ദുൽ സലീം, V വിത്യൂഷ്, റിയാസ്, ചീനീൻ, അരുൺ കുറ്റിപ്പുറത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.